അപ്പോൾ നിങ്ങൾക്ക് രണ്ടാക്കും ലവ് ലെറ്റർ എഴുതാനുള്ളൊരു ചാൻസാണ് നമ്മൾ തരുന്നത്. You are my happiness, peace and happy place. So will you be my peace and happiness forever? Will you be my Yeah, baby. നീ വായിക്കൊന്നും ഞാൻ അറിയില്ലല്ലോ. മലയാളം വായന കുറച്ച് ബാക്കാണ്. ഞാനത് ഇവിടുത്തെ എപ്പോഴും പറയാറുണ്ട്. ഇനിയിപ്പോ നാളെ ഞാൻ നിന്നെ പറ്റിച്ചിട്ട് പോയി ആരെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ പോയെങ്കിൽ പോലും പോകുന്നല്ല, ഞാൻ ആ ഒരു ധൈര്യം കൊടുത്തതാണ്. ഫസ്റ്റ് ഡേറ്റിന് പോയപ്പോൾ സൽമാൻ ഇട്ടിരുന്ന ഡ്രസ് ഷർട്ടോ ബ്ലാക്ക് ഏതോന്നാണ് എനിക്ക് മേഘ ഇട്ടിരുന്ന കമ്മലിന് എത്ര മുത്തുണ്ട്? 3, 4, 5, 6. ഓ പെട്ട് ഞാൻ 6 വിചാരിച്ചിട്ട് ഒരു ധൈര്യത്തിന് നേരത്തെ വന്നപ്പോ ചേച്ചി കണ്ടില്ല. ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളർ പച്ച ഡ്രസ് ഇട്ട ചേച്ചി ഞാൻ കണ്ടിട്ടേ ഇല്ല. പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ട്. I have never have. ക്രഷ് പണ്ടത്തെ ചോദിച്ചോ പറയൂ. ഇല്ല, ഞങ്ങൾ പിന്നെ തീർത്തോളാം. ഫസ്റ്റ് കിസ് ചെയ്തത് ആര്? നിങ്ങള്. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി, അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമ്മൾ ഈ ഒരു സെഗ്മെന്റ് പേര് ലവ് ലെറ്റർ എന്നാണ്. നമുക്ക് അതിൻ്റെ ഒരു ടാസ്ക് ഉണ്ട്, ഒരു ലവ് ലെറ്റർ ടാസ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാക്കും ലവ് ലെറ്റർ എഴുതാനുള്ളൊരു ചാൻസാണ് നമ്മൾ തരുന്നത്. ഓക്കെ, നമുക്ക് ടാസ്കിലേക്ക് പോവാം. ഓക്കെ, അപ്പം പെന്നയും പേപ്പറൊക്കെ കിട്ടിയല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? നിങ്ങൾ കാണാണ്ട് എഴുതിയാൽ മതി, വേണേൽ തിരിഞ്ഞിരുന്ന് എഴുതിക്കോ. ഓക്കെ, റെഡി? 1, 2, 3 ഗോ. ടൈമുണ്ട്. ഇതെന്താ മഹാഭാരതോ? പറയണ്ട. ടീച്ചർ അഡീഷണൽ ഷീറ്റ് മൈൻഡിൽ ഓൾറെഡി പ്രിപ്പയർഡ് ആണോ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണോ? ഞാൻ ഫസ്റ്റ്. ഓക്കെ, അങ്ങനെ എഴുതിക്കോ, മനസ്സിലുള്ളതൊക്കെ എഴുതിക്കോ തൽക്കാലം. ഓക്കെ, കുറച്ച് എഴുതി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഫോൾഡ് ചെയ്തോ. കടല വെക്കാൻ പോവാ. ഒരാൾ ഇങ്ങനെ മടക്കാം. കടല കച്ചവടമായിരുന്നു പറഞ്ഞില്ല. ഓക്കെ, നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം ആരെ വായിക്കണം ആദ്യം? ഞാൻ വായിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. Hey love, like a dream come true moment. This letter is such a thing. I just really love you, Pachuga. If you ask why, there are many reasons which I would like to present in front of you. You are my happiness, peace and happy place. So will you be my peace and happiness forever? Will you be my Yeah, baby. Sure. Okay, any next one? അയ്യോ, നീ വായിക്കൊന്നും ഞാൻ അറിയില്ലല്ലോ. മലയാളം വായന കുറച്ച് ബാക്കാണ്. മലയാളം വായിക്കാറില്ലേ? പഠിച്ചിട്ടില്ല, കുറച്ച് പിക്ക് ചെയ്തേ വരുള്ളൂ. അപ്പൊ നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് സൽമാനെ കൊണ്ടുള്ള വായിപ്പിക്കാം. പ്രിയപ്പെട്ട പ്രിയതമക്ക്, എന്തോ കാണാതിരിക്കാൻ പറ്റും. എന്തോ ആ ടോണല്ലേ, പെട്ടെന്ന് മാറിപ്പോയി. എന്തോ കാണാതിരിക്കാൻ പറ്റുന്നില്ല, കണ്ട് മതിയാവുന്നില്ല. വല്ലാത്തൊരു മിസ്സിങ്. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റുന്നില്ല എന്നായി. എത്രയും പെട്ടെന്ന് കാണാനും കൂടെ ഉണ്ടാവാനും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴേക്കും നിർത്താൻ പറഞ്ഞു. കൂടെ ഉണ്ടല്ലോ. അതല്ല, ഓക്കെ. എന്തായാലും നൈസ്. ഞാൻ നിർത്താൻ പറഞ്ഞിട്ടില്ല കേട്ടാ.
ഇല്ല പിന്നെ വരുന്നില്ല. ഇങ്ങനെ കണ്ണ് വെച്ച് മര്യാദക്ക് എഴുതുമ്പോ ഇതെന്താണ് പ്രിപ്പയർഡ് ആയിട്ട് വന്നതാണോ എന്നൊക്കെ ചോദിച്ച് കണ്ണ് വെച്ചാൽ പിന്നെ എങ്ങനെ എഴുതും? അപ്പൊ ഈ മലയാളം അറിയാത്ത കഥ, മലയാളം അറിയാത്ത കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രൈസ്റ്റ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത്. 7th വരെ മലയാളം ഹിന്ദി. ഇവിടെ ജനിച്ചത് ജനിച്ചത് ബാംഗ്ലൂർ, പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. ഓക്കെ. അപ്പൊ 7th വരെ ഞാൻ മലയാളം ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ 2nd ഗ്രേഡിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ ആ ഇ ഈ അതൊക്കെയാണ് പഠിച്ചത്. 8th 9th 10th ഫ്രഞ്ച് പഠിച്ച്, 11th 12th പിന്നെ ഉണ്ടായിരുന്നില്ല, സോ അതാണ് അതിന്റെ കഥ ബിഹൈൻഡ്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, അതങ്ങനെ വീട്ടിൽ മാത്രമേ മലയാളം സംസാരിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇത്രയും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഷൂട്ടിനൊക്കെ വന്ന് സംസാരിച്ചാണ് ഇത്രയും എത്തിയത്. അപ്പൊ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഒക്കെ ഇംഗ്ലീഷ്? ഇല്ല, എനിക്ക് വായിച്ചു തരും. സ്പെഷ്യൽ കൺസിഡറേഷൻ. ഇപ്പം വായിക്കുന്നുണ്ട്, ആ നമ്മുടെ ആ ഒരു ഫ്ലോ ഇല്ല, സ്പീഡ് പറയണ പോലെ അതില്ല, എടുത്തെടുത്ത് വായിക്കുന്നുണ്ട്, ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാനത് എനിക്ക് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ മലയാളത്തിൽ മനസ്സിലായി. ഈ ഞാൻ ചോദിക്കണം വിചാരിച്ചു, കാസർഗോഡ് ആണല്ലോ, അപ്പൊ അവിടുത്തെ സ്ലാങ് ഇല്ലേ? കാസർഗോഡ് സ്ലാങ് എല്ലാം ഉണ്ട്. എന്നാ പിന്നെ അത് തരാത്തെന്ന് വെച്ചെങ്കില് ഞാൻ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇങ്ങനത്തെ പറഞ്ഞാലും തിരിയില്ല. മേഘനോട് സംസാരിച്ചിട്ടുണ്ടോ? മേഘനോട് സംസാരിച്ചിട്ടുണ്ട്, ഓക്കെ ഇഷ്ടം ആ ഭാഷ, പക്ഷെ ആ സ്ലാങ്ങിലും ഉണ്ടെങ്കിലും ഒക്കെ ചിലപ്പോ തിരിയില്ല. അതിന്റെ ഒരു കുറച്ച് അൽബ കച്ചറേസ് ഉണ്ട്, മനസ്സിലാവണ്ട. ഇതൊക്കെ ഓക്കെ. ഉമ്മ സംസാരിക്കുമ്പോ എനിക്ക് ഉമ്മച്ചി കുറച്ച് സ്പീഡാണ്, അത് കിട്ടണമെങ്കിൽ ആദ്യം കടമ്പോ മലയാളം പഠിക്കണം, എന്നിട്ട് കാസർഗോഡ് പഠിക്കണം. അതാ ഈ പാച്ചു എന്ന് വിളിക്കുന്നത് എന്താണ്, മേഘ മാത്രം വിളിക്കണ പേരാണോ അതോ? ഇല്ല, പെറ്റ് നെയിം ആണ്. വീട്ടിൽ നിന്ന് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും പാച്ചു എന്നാണ് വിളിക്കുക, ഇവള് പാച്ചുക്കാന്ന് വിളിക്കും. അപ്പം എങ്ങനെയാണ് നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞ ഹണിമൂൺ പ്ലാൻസ് കാര്യങ്ങളൊക്കെ? പ്ലാൻസ് ഒക്കെ ഉണ്ട് ഇൻഷാല്ലാ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കോളേജ് എക്സാം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള പ്രോപ്പർ ഒരു ഗ്യാപ്പ് കിട്ടിയെങ്കിൽ ആദ്യം ഒന്ന് ഉമ്മച്ചിനെ കാണിക്കണം, വീട്ടിലെ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യണം, വീട്ടിലൊന്ന് പോകണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഹണിമൂണൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഷൂട്ടും എല്ലാം ഇങ്ങനെ ടൈറ്റായി നിൽക്കുകയാണ്. ഞാനിപ്പം ഒരു തമിഴ് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറയില്ല, ഒരു ഹെൽത്തി ഒരു ബാക്ക് ഇഞ്ചുറി വന്നിട്ട് ഇപ്പൊ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തമിഴിൻ്റെത് ഞാൻ അവരുടെ സംസാരിച്ചിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒന്ന് പ്രോപ്പർ ആയത്. ആ ഒരു പരിക്കിന് ഇഞ്ചുറിക്ക് ശേഷം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ലോങ് ട്രാവൽ ഫ്രം ട്രിവാൻഡ്രം ടു കൊച്ചി. കാരണം എനിക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ അതൊക്കെ ബാക്ക് ടു നോർമലായി. അപ്പൊ ഇനി ആ ഷൂട്ടും ഈ ഇവളുടെ കോളേജും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കിയതിനു ശേഷം ഒരു പ്രോപ്പർ ഗ്യാപ്പ് പ്ലാൻ ചെയ്ത് ഡ്രീം ഡെസ്റ്റിനേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഓക്കെ ഇന്ന സ്ഥലത്ത് പോകാൻ എന്തായിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ബാലി ഉണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്. പിന്നെ ഇവക്ക് ലക്ഷദ്വീപ് കാണുന്ന ഭയങ്കര ആഗ്രഹം പറഞ്ഞു. ലക്ഷദ്വീപിൽ ഷിപ്പിൽ അതിന്റെ ഒരു മിനി വേർഷൻ ആയിട്ടാണ് ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തത്. എന്നെ കൊണ്ടുവന്ന് പറഞ്ഞു. ഇങ്ങനെ അടുത്ത എവിടെയെല്ലാം പോയോ? അങ്ങനെ ഇപ്പൊ ഞങ്ങള് ആഫ്റ്റർ മാരേജ് ഒരു ലോങ് ട്രിപ്പ് കൊച്ചി. ഇപ്പൊ ഈ ട്രിപ്പ് തന്നെയാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഇഞ്ചുറിയിൽ നിൽക്കായിരുന്നു, എനിക്കത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ പുള്ളിക്കാരത്തേക്ക് കോളേജ് നടക്കുകയാണ്. അപ്പൊ അവിടുന്ന് ലീവ് എടുത്തില്ല, കാരണം കല്യാണത്തിന് തന്നെ 1-2 ദിവസം അങ്ങോട്ട് ഇങ്ങോട്ട് ലീവ് ആവേണ്ടി വന്നു. പിന്നെ ഞാൻ ലീവ് എടുക്കേണ്ട പ്രോപ്പറായിട്ട് പഠിത്തം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോൾ ഒന്ന് ഒരു ലീവ് കിട്ടി, ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് ഇവിടെ 1-2 മീറ്റിംഗ് പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് സ്ട്രിക്റ്റ് ആണ് കോളേജിന്റെ കാര്യത്തില്. ഞാൻ ഇപ്പൊ ചില സമയത്ത് നമുക്ക് ലീവ് കിട്ടുമല്ലോ, പക്ഷെ നാളെ കോളേജില്ല, നീ ചുമ്മാ പറഞ്ഞ് വീട്ടിൽ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് രാവിലെ എനിക്ക് വയറുവേദന, ഞാനിത് പോവൂല. നമ്പറാണോ ഇതേ നമ്പർ ഇവിടെ ഇതെല്ലാരും നമ്പറാ. ഒരു പക്ഷെ ഇറക്കിയായിരുന്നു അന്ന്. കൊറേ പറഞ്ഞു വയ്യ പഠിച്ചു, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ്, എനിക്ക് ആക്ച്വലി വയ്യായിരുന്നു, എന്നാലും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അല്ല പിന്നെ ലാസ്റ്റ് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അല്ലാത്ത ലീവ് വരുമ്പോ ഈ മെസ്സേജ് കാണിക്കാൻ, പക്ഷെ ആക്ച്വലി ലീവാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പഠിക്കണം. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നാമത് ഞാൻ ഒരു ബിടെക് എഞ്ചിനീയർ ആണ്, ഞാനും പഠിച്ച ആളാണ്. അപ്പോ എന്താ പറയാ, ഞാനിപ്പോ ഈ പ്രൊഫഷനിൽ ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു താല്പര്യം, അല്ലെങ്കിൽ ഞാനൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും വേസ്റ്റ് അല്ല. ഇപ്പൊ പല ആൾക്കാരും പറയും പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ വേറെ ചെയ്യുന്നെന്ന് പറഞ്ഞാലും നമുക്കത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു നെസസിറ്റി ആണ്, ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ അത്
ഇന്നല്ലെങ്കിൽ നാളെ അത് എങ്ങനെ ഉപകാരപ്പെടും. നമ്മൾ എവിടെയാണെങ്കിലും നമ്മളെ കൂടെ ആരില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എങ്ങനെ പോയാലും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ. ഞാൻ അതേപോലെ എപ്പോഴും പറയാറുണ്ട്, ഇനിയിപ്പോ നാളെ ഞാൻ നിന്നെ പറ്റിച്ചിട്ട് പോയി ആരെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ പോയെങ്കിൽ പോലും പോകുന്നല്ല, ഞാൻ ആ ഒരു ധൈര്യം കൊടുത്തതാണ്. അപ്പോ എപ്പോഴും നിന്റെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അത്. അതിപ്പോ ആര് കൂടെ ഇല്ലെങ്കിലും നിനക്ക് എപ്പോഴും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന നിന്റെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള നിന്റെ ഒരു വെപ്പണാണ്. അപ്പോ അത് ഓൾറെഡി ഞാൻ അങ്ങനെ തന്നെ കാണുന്ന ആളാണ്. പിന്നെ സെക്കൻഡ് തിങ്, ഇപ്പം അത് ഞാൻ കൂടി കെയർ ചെയ്യുന്ന എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ നോർമലി പഠിക്കേണ്ടത് തന്നെ ഒരു ആവശ്യകതയാണ്, പക്ഷെ അതിപ്പോ ഡബിൾ ആവശ്യകതയാണ്. ഞാൻ ഇതിലിപ്പോ ഇൻവോൾവ് മീൻസ് എൻ്റെ വൈഫ് പഠിക്കുന്ന കംപ്ലീറ്റ് ചെയ്യേണ്ട അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. അപ്പൊ ഒരിക്കലും അതിനൊരു എക്സ്ക്യൂസ് ഒരിക്കലും ഇല്ല. അത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു, എന്താണ് നിന്റെ ആഗ്രഹം, നിനക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹം നീ എന്തും ചെയ്തു. നീ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിനക്ക് ആ റൂട്ട് പോകണോ, നിനക്ക് ആക്ടിങ് പോകണോ, അല്ലെങ്കിൽ എന്താണോ നിനക്ക് ചെയ്യാൻ താല്പര്യം നീ അത് ചെയ്തു, കുഴപ്പമില്ല. പക്ഷെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എപ്പോഴും അത് നിനക്ക് എപ്പോഴും ഒരു സ്ട്രെങ്ത് ആയിരിക്കും, അത് വേണം. ഇത് ഇപ്പൊ ഏത് ഇയർ ആയി? സെക്കൻഡ് ഇയർ. മൂന്ന് ഇയർ. നിങ്ങൾ ഇങ്ങനെ വഴക്കിടാറുണ്ടോ? എന്തിന്? തമ്മിൽ എന്തെങ്കിലും ഒരു റോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ട്രോളേ ഉള്ളൂ സത്യം പറഞ്ഞു, വഴക്കില്ല. ഒരു കാര്യത്തിന് അങ്ങനെ ഇതുവരെ ദേഷ്യപ്പെടും? ദേഷ്യപ്പെടും. ഷോർട്ട് ടെമ്പർ ആണ്, പക്ഷെ അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് കൂൾ ഡൗൺ ചെയ്ത് ഡബിൾ എക്സ്ട്രാ കെയറും സ്നേഹവും തരും. അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു ക്യാരക്ടറോ എന്തെങ്കിലും ഒരു സ്വഭാവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന കാര്യം മാത്രം എനിക്ക് ഇഷ്ടമല്ല ഇയാളുടെ, അങ്ങനെ പറയാം? അങ്ങനെ പറയാൻ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ വീട്ടിൽ അല്ലറ ചില്ലറ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ, അല്ലാതെ ക്ലോത്ത്സ് ആണെങ്കിൽ എന്താണ് നമ്മൾ ഈ ഡൈനിങ് ടേബിളിൽ ചെയറിൽ കൊണ്ടിടും, അല്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടിടും, ബെഡിൽ വലിച്ചിടാറിടും. അതൊക്കെ വരുമ്പോ ഞാൻ പറയണം, പാച്ചു ഇത് ഇങ്ങനെ ചെയ്യില്ല. ഞാൻ പറഞ്ഞു ലാസ്റ്റ് എന്താണ് ഈ ക്ലോത്ത്സ് ഇവിടെ കിടക്കുന്നതാണ് ഡൊണേഷൻ കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ വെരി എന്താണ് നെഗ്ലിജിബിൾ തിങ്സേ ഉള്ളൂ. ഇയാൾക്ക്? എനിക്കും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ആളാണ്. പിന്നെ പറയാൻ നിർബന്ധിച്ചാ പറയാനുള്ള കാര്യം എന്താ വെച്ചെങ്കിൽ ആള് ഇടക്കിടക്ക് ചില കാര്യങ്ങൾ മറക്കും. അതായത് ഒന്നുമില്ല, സിമ്പിൾ ആയിരിക്കും. ചിലപ്പോ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിയായിരിക്കും വീട് പൂട്ടിയിട്ട് വരുന്നത്. തിരിച്ച് ഞാൻ വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ഫാനും ലൈറ്റും കംപ്ലീറ്റ് അത്രയും ടൈം കറങ്ങുന്നുണ്ടാവും. ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാവിലെ കോളേജിൽ പോകാൻ വേണ്ടി ഹീറ്റർ ഓൺ ആക്കിയിട്ട് കുളിച്ചു. അന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങി. ഞാൻ പുള്ളിക്കാരത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ എനിക്ക് 1-2 പരിപാടീസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പൊ ഞാൻ റൂമിൽ കയറില്ല, ബെഡ്റൂമിലെ ബാത്റൂമിലാണ് കുളിച്ച് എല്ലാം കഴിഞ്ഞ്. അപ്പൊ ഞാൻ സോഫയിൽ തന്നെ ഇരുന്ന് ഉച്ചക്ക് പുള്ളിക്കാരത്തിനെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തിരിച്ചു പോയി പിക്ക് ചെയ്തിട്ട് തിരിച്ചൊക്കെ വന്നിട്ടാണ് പിന്നെ റൂമിൽ കയറുമ്പോഴേക്ക് ഈ രാവിലെ ഓണാക്കിയ ഹീറ്റർ ഈ വൈകുന്നേരം വരെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാറില്ല, വളരെ റയറായിട്ട്. ഭയങ്കര ടയർഡായെങ്കിൽ ചില സമയത്ത് നമ്മളിങ്ങനെ ബോഡിക്കൊരു ചൂട് കിട്ടുന്നത് അങ്ങനെ ചെയ്യാറില്ല. അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ രാത്രി ആണെങ്കിൽ ഞാൻ പച്ചവെള്ളത്തിലാണ് ഞാൻ കുളിക്കാറ്. അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചില്ല. അന്ന് തിരിച്ചു വന്നിട്ട് എൻ്റെ അതും രസം എന്താന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ലേ ഇത്, എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണെ പാച്ചൊക്കെ ചൂടുവെള്ളത്തിൽ കുളിച്ചോ, ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ ഓണാക്കി, നീ രാവിലെ പോകുമ്പോ ഓണാക്കിയ സാധനം അതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അല്ലറ ചില്ലറ മറവികൾ. റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരുന്നു. ഒരു തലയിൽ 100,000 കാര്യങ്ങൾ ഓടുന്നുണ്ടാവും. എന്തൊക്കെ ഉണ്ട്. പാവാണ്. ചെറിയ ഇടയ്ക്കിടയ്ക്ക് മറവിയുണ്ട്, അത്രേ ഉള്ളൂ. അതിന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ മേഘ സൽമാന്റെ ഉമ്മയായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഉമ്മ ചില്ലൻ ഇതേപോലെയാണ്, ഉമ്മയും വൈബാണ്. ഇങ്ങനെ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്താണ് ഉമ്മയുടെ ലാംഗ്വേജ് ഒന്നും എനിക്ക് ക്യാച്ചിങ് കുറച്ച് പാടുണ്ട്, എന്നാലും ഉമ്മ ഫുൾ ചില്ലാണ്. ഉമ്മ ഭയങ്കര സംസാരിക്കാറുണ്ട് നിങ്ങൾ? ഭയങ്കര തമാശ ചളി പറയുന്ന ആളാണ് ഉമ്മ. ഭയങ്കര ചളിയടിയാണ്. ഉമ്മാരുടെ അടുത്ത് സംസാരിച്ചിരിക്കാൻ ഇപ്പം പാവം കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഉമ്മാന്റെ സ്ലാങ് പക്ക കാസർഗോഡും കുറച്ച് സ്പീഡുമാണ്. അപ്പൊ അത് ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച്. അപ്പം ഉമ്മാന്റെ അടുത്ത് സംസാരിച്ച സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ ആയിരുന്നു. പിന്നെ പോകെ പെട്ടെന്ന് സ്പീക്കർ ഇട്ടിട്ട് പച്ചക്ക് എന്താ പറയുന്നത് ട്രാൻസ്ലേറ്റിംഗ് ആണ് ഞാൻ. അപ്പൊ അങ്ങനെ ഉള്ളത്. അപ്പൊ നിങ്ങൾ രണ്ടാളും വീട്ടിൽ ആരൊക്കെയാണ്? എന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, എനിക്കൊരു അനിയുണ്ട്. എന്റെ വാപ്പ ഇല്ല, വാപ്പ മരിച്ചതാണ്. പിന്നെ ഉമ്മ, ഞങ്ങൾ 5 മക്കളാണ്, 4 ആണും 1 പെണ്ണും.
ഈ 5 മക്കളിൽ ഞാൻ 5ാമൻ ലാസ്റ്റ്. കല്യാണത്തിന് ഇവരാരും ഉണ്ടായില്ല? ഇല്ല, എന്റെ ഫാമിലി അധികം ആൾക്കാർ ദുബായും പുറത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു സഡൻ പ്ലാൻ ആണ്. പിന്നെ ചില എതിർപ്പും പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം ഒന്ന് കൂളായി വരുന്നുണ്ട്. എല്ലാം ഓക്കെ ആണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഈ റിസപ്ഷൻ വെക്കുന്ന സമയത്ത് അവർ വരും എന്ന് വിചാരിക്കണം. നോക്കാം. ഇപ്പൊ സംസാരമൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു മ്യൂച്വൽ ആയിട്ട് പോകുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഇനി എന്താണ്? പുതിയ സീരിയൽ പ്രൊജക്ട്സ് ഒക്കെ സംസാരിക്കുന്നുണ്ട്, പുതിയ പ്രൊജക്റ്റ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഇവളുടെ പഠിത്തവും കാര്യങ്ങളും എക്സാം ഒക്കെ നടക്കുകയാണ്. അപ്പോൾ മെഡി രണ്ടിലും ചെയ്യുന്ന സമയത്തും പുള്ളിക്കാരത്തി പഠിത്തം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എക്സാം ഒക്കെ പിന്നെ പാസ്സായി, എങ്ങനെയൊക്കെ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് പഠിക്കൂട്ടോ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ, അതായത് എനിക്ക് അതും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. രണ്ടും പെർഫെക്റ്റ്ലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും, അതും ഈ ഏജിൽ. അപ്പൊ ഞാനൊക്കെ വിചാരിക്കുകയാണ് എനിക്ക് ഒന്ന് ചെയ്യാനുള്ള, ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ഷൂട്ടിലാണ്, ഇതിനിടയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ എനിക്ക് ശ്രദ്ധിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കറക്റ്റ് ക്ലാസ്സും കാര്യങ്ങളും എക്സാം ഒക്കെ പ്രോപ്പറായിട്ട് ഒരു സൈഡ് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരിക്കും. കാരണം ആ സീരിയലിന്റെ മെയിൻ പില്ലറാണ്. അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ഇത്രയും ഹെക്ടിക് ഷൂട്ടും കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷനും കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ആ സൈഡ് ഒരു പകുതി എനിക്ക് സമാധാനം തന്നെയാണ്. കാരണം എനിക്ക് ബാക്കിലേ നടന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാർക്ക് ഓൾറെഡി ആ ഒരു ക്വാളിറ്റി ഉണ്ട് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലൊരു പ്രൊജക്റ്റ് വന്നാൽ ഇൻഷാല്ലാ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. സംസാരിക്കുന്നുണ്ട്, ഏതാണ് നല്ലത് വരുന്ന ഫൈനലാവുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും ചെയ്യും. നല്ലൊരു പ്രൊജക്ട് വരട്ടെ. താങ്ക് യു. ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടി ഉണ്ട്, മനപ്പൊരുത്തം റൗണ്ട്. അതില്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ. എങ്ങനെ മനപ്പൊരുത്തം എങ്ങനെ ഉണ്ടോ? ഞങ്ങള് മിക്കപ്പോഴും കുറച്ചു മുമ്പ് ഞങ്ങൾ എന്തോ ഒരു കാര്യം ഒരുമിച്ച് പറഞ്ഞില്ലേ, എന്തായിരുന്നത്? അയ്യോ മറന്നുപോയി. Hello everyone and welcome to Variety Media Presents Love Letter by Homes for Builders. ഇത് നമുക്കിനി സൽമാന്റെയും മേഘയുടെയും മനപ്പൊരുത്തം റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറിയില്ല എങ്ങനെ രണ്ടാളും എഴുതണം? ഓക്കെ. ഇത് ഞങ്ങൾ സീരിയൽ ചെയ്യുന്നത് മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ്, സൽമാന്റെ ഫേവറേറ്റ് ഡ്രസ്സിംഗ് ടൈപ്പ്, ലൈക്ക് മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ? ഞാനും ഏതുണ്ട്. സൽമാൻ പറഞ്ഞോ. മോഡേൺ. ഓക്കെ, ഒരു മാർക്ക്. ഓക്കെ. നെക്സ്റ്റ് സെയിം, മേഘയുടെ ഡ്രസ്സിംഗ് ടൈപ്പ് പറഞ്ഞു. മോഡേൺ, ട്രഡീഷണൽ, പാർട്ടി വെയർ. അതായത് അവളുടെ ഫേവറേറ്റ് എന്നാണോ? ആ. ഓക്കെ. മോഡേൺ. അല്ല, ട്രഡീഷണൽ ഏറ്റവും ഇഷ്ടമാണ്. ഓക്കെ, മേഘയുടെ ഫേവറേറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൽമാന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ലൈക്ക് മൗണ്ടെയിൻ, ബീച്ചസ്, ആ ഒരു രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ, മൗണ്ടെയിൻ ഓർ ബീച്ചസ്, അതിലേതെങ്കിലും. ബീച്ചസ്. ഓ, 3 മാർക്ക്. കറക്റ്റ് ആണല്ലോ. ഓക്കെ. മേഘയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി. റീസെന്റ് ആയിട്ട് എനിക്ക് അറിയുന്ന ഒരു ഫേവറേറ്റ് ആട്ടോ. നോക്കാം. യേ ജവാനി ഹേ ദീവാനി. ഓ, ഷോർട്ട് ഫോം ആണോ? അത് ഞാൻ ഫുൾ എഴുതണോ? ഓ സോറി. ഏതാ? ഞാൻ എഴുതി കഴിഞ്ഞപ്പോഴാണ് നീ പറയണ. സാരല്ല, പോട്ടെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതെ, ഇപ്പൊ റീസെന്റ് ഇതിപ്പോ ഇരുന്ന് നെറ്റ്ഫ്ലിക്സിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണത്തിന് ശേഷം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ തിയേറ്ററിൽ റിലീസ് ചെയ്തല്ലോ, അപ്പൊ ഇത് കാണാൻ പോണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിചാരിച്ചു അതായിരിക്കും ഫേവറേറ്റ്. ഇപ്പൊ റീസെന്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും കൂടി അത് മാറിയത്. ഓക്കെ. ആദ്യം കണ്ടുമുട്ടിയ പ്ലേസ് എന്ന് പറയുമ്പോൾ എക്സാക്ട് ലൊക്കേഷൻ ആണോ? എവിടെ? ഇപ്പൊ ചായക്കട ആണെങ്കിൽ ചായക്കട, അങ്ങനെ. അയ്യോ, അത് അങ്ങനെ എന്തേലും. ഷൂട്ടിംഗ് പ്ലേസ്. യാ, കറക്റ്റ്. കൊല്ലം ഹൗസ് ഫോർ ഷൂട്ട്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓ, നമ്മൾക്കൂടെ വയ്യ. ഓക്കെ. സൽമാന്റെ ബർത്ത്ഡേ. ഒരു വെറൈറ്റി മാറ്റി ചെയ്തിട്ട്. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ആണ്, മേഘ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ബ്രാൻഡ്.
പറടാ. പറഞ്ഞ എഴുതിയാ മതി. സോറി, എഴുതിക്കോ. എൻ്റെ ഒരു ഊഹാപോഹം വെച്ച് ഇത്രയും ലെറ്റേഴ്സ് ഉണ്ടായിരുന്നോ? എനിക്കല്ല, നൈക്ക് എനിക്ക് ഇഷ്ടല്ല. അയ്യോ, ആകെ കൂടെ അറിയാവുന്ന ബ്രാൻഡ് നൈക്കയാണ്. എന്ത് പറയാ, നൈക്ക, ഞാൻ പശു കോമ്പാക്ട് പൗഡർ നമുക്ക് നൈക്കിന്ന് വാങ്ങിക്കാം. ചിലപ്പോ അവിടെ എല്ലാ ബ്രാൻഡ്സും ഉണ്ടാവല്ലോ, അത് മാത്രമേ അറിയുള്ളൂ. അതാണ് സത്യം. എനിക്ക് ഇതിന്റെ ബ്രാൻഡ്സ് അത്ര വലിയ കോസ്മെറ്റിക്സ് ഭയങ്കര വീക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വരെ കൊണ്ടുപോയതാണ്. എന്നിട്ട് അവൾ അല്ലേ, ഏതായിരുന്നത്? Maybelline. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇനി പഠിക്കാൻ നൈക്കക്കാർ അടി ഉണ്ടാക്കോ? ഇപ്പൊ നൈക്ക ഇഷ്ടമല്ലെന്ന് പറഞ്ഞോണ്ട് പ്രമോഷനൊക്കെ ഒരാളെ വരൂല. ഓക്കെ, ഫസ്റ്റ് കിസ് ചെയ്തതാര്? നിങ്ങള് അത് ഓർമ്മല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മ്യൂച്വൽ ആണെന്ന് തോന്നുന്നു. മ്യൂച്വൽ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നീ എന്താ ഇത്? മ്യൂച്വൽ അത് പോയി. മ്യൂച്വൽ. ഫസ്റ്റ് ഡേറ്റിന് പോയപ്പോൾ സൽമാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എനിക്ക് ഓർമ്മയില്ലോ. ബ്ലാക്ക് ഷർട്ട്. ലിയോ ഷർട്ടോ ബ്ലാക്ക് ഏതോന്നാണ് എനിക്ക് കറക്റ്റ് അത് ഓട്ടോമാറ്റിക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാ. പിന്നൊക്കെ ഉണ്ട്. ഇത് അറിഞ്ഞോണ്ട് പൊട്ടിച്ചതാണ്. അല്ല, അത് കുത്തി വെച്ചതാണ്. ആ കുത്തിയാ തന്നെയല്ലേ പൊട്ടുക? അല്ല, അതിന്റെ താഴെ മറ്റേ സൽമാൻ. എനിക്ക് ഞെട്ടാത്തോണ്ട് കുഴപ്പമില്ല. മേഘ വെഡിങ്ങിന് സാരി ആയിരുന്നോ? അതെ. ഓക്കെ, അപ്പൊ മേഘ വെഡിങ്ങിന് ഇട്ട സാരിയുടെ ബ്ലൗസിന്റെ കളർ? അയ്യോ, മാറ്റിക്ക്. അല്ല എനിക്കറിയാം. എനിക്ക് ആ കളേഴ്സ് പറയാനാ. എനിക്ക് വെച്ചാല് എനിക്ക് ഇപ്പൊ കൊറേ ഇളം പച്ച, മറ്റേ പച്ച, മറച്ച പച്ചയില്ല. എനിക്ക് എല്ലാം പച്ചയാണ്. കൊഴപ്പില്ല. പിന്നെ എനിക്ക് ആകെ പറയാൻ അറിയുന്ന കളേഴ്സ്. നീ ഇങ്ങനെ വെക്കണ്ട. നമ്മള് ക്രിസ്മസിന് കുടിക്കുന്ന സാധനം. കുടിക്കുന്ന സാധന കിട്ടി. ക്രിസ്മസിന് കുടിക്കുന്ന സാധനം റെഡ് വൈന്. വൈൻ റെഡ്. അമ്മോ, ആ വൈൻ റെഡ് കുടിക്കുന്ന സാധനം കളർ അതാണ്. നീ റെഡ് വൈൻ വൈൻ റെഡ്. സാധാരണ കളർ വരെ വൈൻ റെഡ് എന്നല്ല പറയാ. കാരണം എനിക്ക് എല്ലാം റെഡ് ആണ്. ഇവക്ക് ഓരോന്നിനും അതിന്റെ പിന്നെ അത് പൊതുവെ ഗേൾസിന് അങ്ങനെ ആണല്ലോ. എല്ലാത്തിനും നമുക്ക് എങ്ങനെ ബോയ്സ് എല്ലാം പച്ച, എല്ലാം നീല, എല്ലാം ചുവപ്പ്, ഒരു 4 കളർ. ഇവർക്ക് ഇളം പച്ച, പിന്നെ മറ്റേ പച്ച, മറച്ച പച്ച എല്ലാം ഉണ്ട്. എന്റെ അമ്മോ. സൽമാന്റെ ഫേവറേറ്റ് ഷൂ ബ്രാൻഡ്? മുത്ത്. അതിപ്പോ ഇട്ടോണ്ടാണോ? അല്ല, എനിക്ക് ഇഷ്ടമാണ്. എന്റെ റീസെന്റ് ഫേവറേറ്റ് ആണ് അഡിഡാസ്. അതിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. 100 നാക്കാന്നൊക്കെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവേ, പക്ഷെ മേഘയുടെ മുഖത്തേക്ക് നോക്കരുതേ, അങ്ങോട്ട് നോക്കിയിരുന്നു. ഓക്കെ, മേഘ ഇട്ടിരുന്ന കമ്മലിന് എത്ര മുത്തുണ്ട്? നിങ്ങൾ ജീവിച്ചു പോകാൻ സമ്മതിക്കില്ലല്ലേ? നിങ്ങൾ വഴക്കിടാറില്ല അതല്ല? എനിക്കിപ്പോ അറിയണം. ഒരു ഊഹാപോഹം വെച്ചിട്ട് 7 ആണെന്ന് തോന്നുന്നു. എന്റെ ഒരു ഗസ് വെച്ചിട്ട് 1 2 3 4 5 6. ഓ, പെട്ട്. ഞാൻ 6 എന്ന് വിചാരിച്ചിട്ട് ഒരു ധൈര്യത്തിന് അപ്പുറത്ത് നേരത്തെ വന്നപ്പോ ചേച്ചി കണ്ടില്ല? ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളർ പച്ച ഡ്രസ് ഇട്ട ചേച്ചി ഞാൻ കണ്ടിട്ടേ ഇല്ല. പച്ച ഡ്രസ് ഇട്ട് നീളം മുടിയുള്ള ആ ചേച്ചിയല്ലേ? അത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പോയിന്റ്സ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എക്സെപ്റ്റ് ആ ലിപ്സ്റ്റിക്കിന്റെ ബ്രാൻഡ് തെറ്റിപ്പോയി. പിന്നെ കമ്മല് മൂവി 3 പോയിന്റ് ലോസ് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ. വെൽഡൺ ഗൈസ്, വെൽഡൺ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. ഐ ഹാവ് നെവർ ഹാവ്. ഓക്കെ, അറിയാലോ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടപ്പട്ടപ്പാന്ന് പോവേ. പാർട്ട്ണർക്ക് അയക്കേണ്ട മെസ്സേജ് ബൈ മിസ്റ്റേക്ക് വേറെ ആൾക്ക് അയച്ചിട്ടുണ്ടോ? നെവർ ഹാവ്. ഭയങ്കര ശ്രദ്ധിച്ച് മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണ്. പാർട്ട്ണറിനെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ? നെവർ. ചെറിയ എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെ ഭയങ്കര ചീറ്റിംഗ് ഒന്നും. ഓക്കെ, ഫ്രഷ് സഞ്ചി. ബ്രഷ് മാറി യൂസ് ചെയ്തിട്ടുണ്ടോ?
ഇവർക്ക് ഒരു ബോർഡ് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. ഓക്കെ. ഞാൻ അവിടെ ഇത്ര നാൾ ഒറ്റയ്ക്ക് താമസിക്കാറുണ്ട്. ഏത് പ്രശ്നം അല്ല, നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ താമസിച്ചു തുടങ്ങിയല്ലോ. അങ്ങനെ പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഐ ഹാവ് നെവർ ഹാവ്. ചില ക്രഷ് പണ്ടത്തെ ചോദിച്ചോ, പറയൂ. അല്ല, ഞങ്ങൾ പിന്നെ തീർത്തോളാം. ചോദ്യത്തിലേക്ക് പോവാം. വേണ്ട. ഓക്കെ. ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? എനിക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. എണ്ണീറ്റില്ല. എണ്ണീറ്റൊന്നുമില്ല, ഒരു 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് എണ്ണീട്ടില്ല. അവിടെ ഞാൻ കിട്ടിയത് അങ്ങനെ എടുത്ത് വെച്ചു. എനിക്കും കിട്ടിയിട്ടുണ്ട് 3 ആള്. ഞാനും എണ്ണീട്ടില്ല. കണ്ടാ? എപ്പോഴാ ലാസ്റ്റ് ലവ് ലെറ്റർ കിട്ടി? ഇപ്പൊ തൊട്ട് മുമ്പ്, കുറച്ച് മുമ്പ്. അയ്യോ, ആൻസർ പറഞ്ഞാൽ പിന്നെ ക്രോസ് ക്വസ്റ്റ്യനിങ് ഇല്ല, കഴിഞ്ഞിട്ടാണ്. ഇതെന്ത്? ഓക്കെ. ബർത്ത്ഡേ, ആനിവേഴ്സറി അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവന്റ് ഉണ്ടാവല്ലോ, അതിന് ഡേറ്റ്സ് മറന്നു പോയിട്ടുണ്ടോ? എന്റെ പൊന്നോ. ഐ ഹാവ് സോറി, നെവർ ഹാവ്. സ്റ്റോറി വരട്ടെ. അല്ല, ഇത് ഇവിടെ അല്ല, ഇവിടെ അല്ല, എന്റെ സിസ്റ്ററിന്റെ ആയിരുന്നു. ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ പ്രാക്ടിക്കലായി തുടങ്ങിയിട്ടേ ഉള്ളൂ, മറക്കാനുള്ള സമയത്ത് എത്തിയിട്ടില്ല. എന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ February 2 ആണ്. അപ്പോ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും കറക്റ്റ് നൈറ്റ് വിഷ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഇതേപോലെ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് നിന്നിട്ട് ആ സമയമാകുമ്പോ എനിക്ക് മറന്നിട്ടുണ്ട്. എന്താണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയതിനു ശേഷം നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ, അപ്പൊ അവരുടെ ബർത്ത്ഡേ മെസ്സേജ് ഇടും, അവരുടെ ബർത്ത്ഡേ ആണ്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തലയിൽ നിൽക്കൂല, ഭയങ്കര മറവിയാണ്. അപ്പോ ആരുടെയെങ്കിലും നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഓൺ ടൈം ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മേഘയുടെ ഒക്കെ എല്ലാം ഓർത്തു. ഇതുവരെ എല്ലാം ഓർത്ത്. ഓക്കെ. ഓക്കെ. ബാച്ചിലർ ലൈഫ് ഇസ് ബെറ്റർ ദാൻ മാരീഡ് ലൈഫ് എന്ന് തോന്നിയിട്ടുണ്ടോ? നെവർ ഹാവ്. ഓക്കെ. ഇതുവരെയും തോന്നിയിട്ടില്ല, തോന്നിപ്പിക്കരുതേ. ഓക്കെ. നിങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ് ഉള്ള കൂട്ടത്തിലാണല്ലോ അല്ലെ? നമുക്ക് ഫ്രണ്ട്സിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട്സിന്റെ കൂടെ? അതായത് ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കാട്ടും ഫ്രണ്ട്സിന്റെ കൂടെ ഇല്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരുമിച്ചാ പോണേ. ഇതുവരെ ആ ഒരു ഫ്രഷ്നെസ് നിൽക്കല്ലേ, അങ്ങനെ ഉണ്ടാവും. അതാ കുറച്ചുകൂടെ ആയിട്ട് ഒരു ഇന്റർവ്യൂ കൂടി എടുക്കാം. നിങ്ങളൊരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോ വിളിക്കാം. ഓക്കെ. ഞങ്ങൾ ഈ ഇന്റർവ്യൂ ഞങ്ങൾ ഒന്നും കൂടി കണ്ടിട്ടേ വരുള്ളൂ. പഠിച്ചിട്ട് വരൂ. ഓക്കെ. നമ്മുടെ ഈ ഐ ഹാവ് നെവർ ഹാവ് സെഗ്മെന്റ് ഉണ്ടല്ലോ, ഇതിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? നെവർ ഹാവ്. ഒരു പച്ചപ്പാട് അങ്ങനെ തന്നെ തിരിച്ചോ. ഓക്കെ. പ്രണയത്തിലായതിനു ശേഷം എക്സിനെ കണ്ടിട്ടുണ്ടോ? നെവർ ഹാവ്. നിങ്ങൾ പറയും, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഓക്കെ. നിങ്ങൾക്കിപ്പോൾ എന്തായിട്ടും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫാൻസ് ഒക്കെ വരുമല്ലോ, അപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവരെ കണ്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും. അവരുടെ ഒരു റെസ്പോൺസ് ആണ് നമ്മളെ ഏറ്റവും വലിയ സക്സസും പിന്നെ നമ്മളെ ഒരു ഹാപ്പിനെസ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു പിന്നെ ഈ കുറെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നു, ഐ മീൻ കുറെ അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഡയറക്റ്റ് കണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ, നമുക്ക് കമന്റ്സ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ കാണാതിരിക്കാൻ പാടില്ല. പക്ഷെ ഒരാൾ മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു നമുക്ക് മാസ്ക് ഇട്ടിട്ട് പോകാന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മളെന്താ കള്ളത്തരം ചെയ്ത് നിൽക്കണം, കല്യാണം കഴിച്ചല്ലേ, ലെറ്റ്സ് ഗോ ലൈക്ക് ഹൗ വി ആർ. എന്നിട്ട് പോയപ്പോഴേക്കും ട്രൂലി ഇതുവരെയൊക്കെ ഞങ്ങൾക്ക് ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുഖച്ചുളുക്കും എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ എല്ലാവരും എക്സൈറ്റഡും പിന്നെ വന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങൾ കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞു. സത്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എല്ലായിടത്തും അവരുടെ ഒരു ഫാമിലിയിലെ മെമ്പറിന്റെ പോലത്തെ ഒരു ഫീലാണ് തരുന്നത്. ഞങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നു, ഞങ്ങൾക്ക് വിശ്വസ് തരുന്നു. ഹാപ്പി മൊമെന്റ്സ് ആണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാനേ ആൾക്കാർക്ക് നാവുണ്ടാവുള്ളൂ, നേരിട്ട് പറയാനുണ്ടാവില്ല. ഓക്കെ. ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ലൈഫിലുണ്ടാവല്ലോ. ഓക്കെ. സാഡ് സ്റ്റോറി. പല്ല് തേക്കാതെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ കുറച്ച് ഗ്രീൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. തൊട്ടിത്തരം ചോദിക്കൂ, ഞങ്ങൾ ഐ ഹാവ് കാണിച്ചു തരാം. തൊട്ടിത്തരം ചോദിക്കും, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. ഓക്കെ. വായി നോക്കാറുണ്ടോ? ഞങ്ങൾ ഒരുമിച്ചാ നോക്കാറ്. കാണിച്ചു കൊടുക്കും. ഓക്കെ. വേണ്ട, അത് ചോദിക്കണ്ട, സ്കിപ്പ് ചെയ്ത്. എന്തൊരു കൊണ്ടാണ് നോട്ടം കണ്ടെങ്കിൽ അറിയാം. അടുത്ത ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അടിച്ച് പിരിക്കോ വല്ലതും ചോദിച്ചിട്ട്?
ഇതുവരെ കൂടെ മുന്നേ അഭിനയിച്ച ഏതെങ്കിലും ആളോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? പറയാം. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഇവിടെ മാത്രമാണ് ചെറുതായിട്ട് വീട് പോയത് ഞാൻ. അല്ലെങ്കിൽ സീരിയൽ ഈ ഒരു ഫീൽഡിലും എനിക്ക് തോന്നുന്നു ഇത് കുറവാന്ന് തോന്നല്ലേ ഇങ്ങനെ? എല്ലാരും പ്രൊഫഷണലി പോണ ആൾക്കാർ. അതും ഈ സീരിയലില് കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച എന്നിട്ട് കഴിക്കുമ്പോഴേ. നൈസ്. എക്സാമിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ? ഇപ്പോഴും എക്സാം ഇല്ലേ? ഇപ്പോഴും അടിക്കാറുണ്ട്. പക്ഷെ എന്താ ആ സമയമാകുമ്പോഴത്തേക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ മാത്രമേ നോക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒരു താല്പര്യം പൊക്കിട്ടുണ്ടാ? പൊക്കിട്ടൊന്നുമില്ല. ഇത് കണ്ടുകഴിയുമ്പോൾ പൊക്കിക്കോളൂ. ടീച്ചർ മാക്സിമം ചെയ്യാതെ എനിക്ക് ആ സമയം എത്തുമ്പോൾ ഞാൻ ഭയങ്കര ഹിസ്റ്റേറ്റ് ചെയ്യും ലാസ്റ്റ് മിനിറ്റ്. പിന്നെ അടിച്ചിട്ടുണ്ട് ഈ ക്ലാസ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ. മെയിനായിട്ട് ക്ലാസ് ടെസ്റ്റ് ഒക്കെ തന്നെയാണ്. അല്ലാതെ അല്ലാതെ മെയിൻ എക്സാം ഇല്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഓക്കെ. ഷൂട്ടിന് ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ? അറിഞ്ഞോണ്ടല്ല, സാഹചര്യങ്ങൾ കൊണ്ട് ഉള്ള ലേറ്റ്നെസ്, എന്തെങ്കിലും ബ്ലോക്ക് ചെയ്തപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇഷ്യൂ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഒരു ദിവസം ലേറ്റ് ആയിട്ട് വരും, മീൻസ് ഒരു രാവിലെ എന്തോ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് മുമ്പേ നമുക്കൊരു ടൈമിംഗ് ഉണ്ട് ശരിക്കും. രാവിലെ ഇന്ന ടൈം മുതൽ രാത്രി എന്നുള്ളൊരു ഷൂട്ട് ടൈമിംഗ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ അത് മുമ്പേ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതും ഉണ്ട്. ഇതേപോലെ ഞാനൊരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു ഇത്തിരി ലേറ്റ് ആയിട്ട് പോയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ബ്ലോക്ക്, എന്തോ ഒരു ആക്സിഡന്റ് ആയ ബ്ലോക്കാണ്, റോഡ് പണി, എന്തോ ഒരു ബ്ലോക്ക് കിട്ടിയപ്പോൾ കുറച്ചും കൂടി ഡിലേ ആയി പോയി എത്താൻ. അപ്പൊ അതിന്റെ പേരിൽ ചെറിയൊരു കശപിശ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതപ്പോൾ തന്നെ ഞങ്ങൾ പാച്ചപ്പ് ഒക്കെ ചെയ്യും. ഇറ്റ്സ് ലൈക്ക് പ്യൂർലി ഫാമിലിയാണ്. ഇപ്പുറത്ത് വന്നിട്ട് ഈ കാണുമ്പോൾ ഒരു അടിപിടി ഉണ്ടാവുകയും ചെയ്യും, ബാക്കിൽ വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒക്കെ ഒരു അതൊക്കെ ആ പ്രഷറിൽ സംഭവിച്ചതാണ്. കാരണം ഈ സീരിയൽ ഷൂട്ടിനെ സംബന്ധിച്ച് ടൈം ഈസ് വെരി പ്രഷ്യസ്. അത് തന്നെയാണ് ഒരു പ്രൊഡ്യൂസറിന്റെ പ്രോഫിറ്റും. ഒരു മണിക്കൂറേക്ക് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിലേക്ക് എന്ത് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഫിറ്റും അല്ലെങ്കിൽ ബിസിനസ്സും എല്ലാം നടക്കുക. അപ്പൊ ഓരോ 5 മിനിറ്റിന് അല്ലെങ്കിൽ ഓരോ മിനിറ്റിന് പോലും ഭയങ്കര വാല്യൂ ആണ്. അപ്പൊ ആ പ്രഷറിൽ, അതായത് നമ്മളെ ഇപ്പം എക്സ്പെക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ലൊക്കേഷന് ഒരു മണിക്കൂറേക്ക് എടുത്തിരിക്കുകയായിരിക്കും, കിട്ടാത്തതുകൊണ്ട്, എമർജൻസി ആയതുകൊണ്ട്. അപ്പൊ അവിടെ തന്നെ നമ്മളൊരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞെങ്കിൽ ഒരു 5 മിനിറ്റ് പോയി. അപ്പൊ അതിന്റെ പ്രഷറിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. നമുക്ക് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുന്നത്, ഇത് ഒരു സിനിമ അങ്ങനെ ഒരു വലിയൊരു സെറ്റപ്പ് അല്ലല്ലോ, ഇങ്ങനെ പല ഒരു സെറ്റപ്പ് ചെയ്ത് പോണല്ലേ. അപ്പൊ അതിന്റെ ഒക്കെ പ്രഷറിൽ വരുന്ന ഒരു സംസാരം ഉണ്ടാവും. എന്നാൽ ഒരു ബ്രേക്ക് ആകുമ്പോഴേക്കും എല്ലാവരും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവും. സോ അങ്ങനെ പോകും. കളവ് പറഞ്ഞ് ഷൂട്ടിന്റെ സമയത്ത് ലീവ് അങ്ങനെ എടുത്തിട്ടുണ്ടോ? നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള പറഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പൊ മന്ത്ലി 1 to 15 അല്ലെങ്കിൽ 16 to 30 ആയിരിക്കും ഒരു പ്രൊജക്ട് ഷൂട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും മുമ്പേ പറഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ ഒരു ആവശ്യം വന്നിട്ട് തലേന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. കള്ളത്തരം പറഞ്ഞ് മുങ്ങേണ്ട ആവശ്യമില്ല. ക്ലാസ് ആണെങ്കിലും ഓക്കെ. അങ്ങനെ ടീച്ചേഴ്സിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഏത് ടീച്ചറാ? ഏത് ക്ലാസ്സിലെ ടീച്ചറാ? അതൊന്നും അറിയില്ല. അതൊക്കെ സീക്രട്ടാ. കോളേജ് ടൈമാണ്. സോ ഈ വാലന്റൈൻ മന്തില് നമ്മളെ കൂടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്ത് രണ്ടാക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നല്ലൊരു ലൈഫ് നിങ്ങൾ വിചാരിച്ച പോലെ, എക്സ്പെക്ട് ചെയ്ത പോലെ നല്ലൊരു സൂപ്പർ ആയിട്ട് നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റട്ടെ. നല്ല നല്ല പ്രൊജക്ട്സ് പറഞ്ഞ പോലെ ഒരുമിച്ച് ഒരു പ്രൊജക്ട് കാണാൻ ഇനി ഇടണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.